CBI 5-ന്റെ വിശേഷങ്ങൾ അറിയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അതാ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ CBI 5-നകത്ത് എനിക്ക് തോന്നുന്ന ഒരു 5 പേരൊക്കെ അതിൻ്റെ രഹസ്യങ്ങളും കാര്യങ്ങളും അറിയാൻ കഴിയുള്ളൂ. കെ മധുവിനറിയാം, മധു സാറിനറിയാം, മമ്മൂക്കായ്ക്കറിയാം, SN സ്വാമിക്കറിയാം, പിന്നെ പ്രൊഡ്യൂസർ ഔസപ്പച്ചനറിയാം, ക്യാമറാമാനും ഏറെക്കുറെ അറിയാം. ഇവർക്ക് 5 പേർക്കല്ലാതെ വേറെ ആർക്കും അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ബാക്കിയുള്ള കഥയുടെ ഒഴുക്ക് എങ്ങനെയാണ്, റൂട്ട് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം പിന്നെ എൻ്റെ കാര്യം പറയാനുണ്ടോ? എന്ത് റോളാണ് ചെയ്തേക്കണേ അതിനകത്ത് ചെയ്തിരിക്കുന്നത് മന്ത്രിയുടെ മരിച്ച മന്ത്രിയുടെ PA ആയിട്ടാണ്. പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു കഥാപാത്രമാണ്. കഥാപാത്രത്തെ ഇവർ ചോദ്യം ചെയ്യുന്നത് മന്ത്രി മരിച്ച അന്വേഷണം ഇതിനു വേണ്ടിയാണല്ലോ വരുന്നത്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് തിലകൻ ചേട്ടനെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ താങ്കളുടെ ശബ്ദവും മോഡുലേഷനും ഒക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചില സിമിലാരിറ്റീസ് ഒക്കെ തോന്നാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് ഇങ്ങനെ, അതും നാടകത്തിൽ നിന്ന് വന്നതാണ്, നാടകത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഒരു സിമിലാരിറ്റിയൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഒരാളെ പ്ലേസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും. ഒരാൾ മാറി നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു വർത്താനം വരുമ്പോൾ അവിടേക്ക് അങ്ങനെയൊക്കെയുള്ള വർത്താനം കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുക? കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരിക്കലും നമ്മൾ അവരുടെ ഒപ്പം എത്താനോ ആ ഒരു ഇതിലോ പോകണമെന്നോ അല്ലെങ്കിൽ ആളെക്കാട്ടും വലിയ നടനാകണമെന്നോ അതൊന്നും ഒരിക്കലും. എനിക്കും ഒരു നടനാകണം, ഒരു നല്ല നടനാകണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. അല്ല ഇന്നയാളെ വെട്ടി എനിക്ക് അതിൻ്റെ മേളിൽ പോകണമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും ഒരിക്കലും ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും ഉണ്ടാവില്ല. അത് വേറൊരു സത്യം. പക്ഷേ ഈ തിലകൻ ചേട്ടനെ കുറിച്ചൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നു, തിലകൻ ചേട്ടനുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയൊക്കെ ചെയ്യുന്നതിന് തിലകൻ ചേട്ടൻ കോട്ടയംകാരനാണ്, ഞാനും കോട്ടയംകാരൻ. തിലകൻ ചേട്ടൻ നാടകത്തിലൂടെയാണ് വന്നത്, ഞാനും നാടകത്തിലൂടെയാണ് വന്നത്. തിലകൻ ചേട്ടൻ വന്ന നാടകം എന്ന് പറയുന്നത് കോട്ടയം നാടകമാണ് കൂടുതലും. P. ജാനകിയുടെ കൂടെ നടന്നിരുന്നുവെങ്കിൽ പോലും ആന്റണിച്ചേട്ടൻ കൂടുതൽ നാടകങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ചങ്ങനാശ്ശേരി ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് തുടങ്ങിയ സമയത്ത് കോട്ടയം നാടകങ്ങളിലൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് നാടകങ്ങൾ എഴുതുന്നത് കൂടുതലും തനി ഈ മറ്റു നാടൻ ഭാഷകളിൽ എഴുതത്തില്ല, അച്ചടി ഭാഷയിലാണ് നാടകങ്ങളുടെ രചന 90% നടക്കുന്നത്. അപ്പോൾ പി ജാനണി ചേട്ടൻ എറണാകുളംകാരനായ കൊച്ചിക്കാരനായ P. ജാനണി ചേട്ടൻ നാടകം എഴുതി കഴിഞ്ഞാലും ഈ അച്ചടി ഭാഷയായ കോട്ടയം ഭാഷയിൽ എഴുതാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഭാഷാ പ്രയോഗ രീതികൾ തിലകൻ ചേട്ടൻ സ്വീകരിച്ചതും ഞാൻ സ്വീകരിച്ചതും ഏറെക്കുറെ ഒരു നാട്ടിലുള്ള പള്ളിക്കൂടം വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടായ ഒരു ഇതായിരിക്കും. പിന്നെ ശരീരപ്രകൃതി കൊണ്ട് പുള്ളിയുടെ അത്ര ഹൈറ്റും വെയിറ്റും ആ ഒരു രീതി ഉള്ള അങ്ങനെയൊക്കെയുള്ള ചില ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് ആ ഒരു സാമ്യം തോന്നാം.